Good evening to all. Calicut University 5th Sem Accounting for Management in the 4th module Fund Flow and Cash Flow Analysis. ഇതിൽ തിയറി പോർഷൻസ് ആണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. ഓക്കെ, തിയറി പോർഷൻസ് നിങ്ങൾ പഠിക്കാതെ പോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. തിയറി എല്ലാവരും പഠിച്ചിട്ട് തന്നെ പോവുക. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നതാണ് എന്താണ് ഫണ്ട്. ഓക്കെ, ഫണ്ട് മീൻസ് വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് ദി എക്സസ് ഓഫ് കറണ്ട് അസറ്റ്സ് ഓവർ കറണ്ട് ലയബിലിറ്റീസ്. ഓക്കെ, അതിനെയാണ് എന്ത് പറയുന്നത്, ഫണ്ട് എന്ന് പറയുന്നത്. പിന്നെ ഫണ്ട് ഫ്ലോ എന്ന് പറയുമ്പോൾ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഫണ്ട് ഇൻ എ ബിസിനസ് ഈസ് കോൾഡ് ഫണ്ട് ഫ്ലോ. അതായത് ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോയും ഒരു ബിസിനസ്സിൻ്റെ അകത്തെ, അതായത് എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലോട്ട് ക്യാഷ് വരുന്നത്, അതെങ്ങനെയാണ് പോകുന്നത്, അതാണ് ഫണ്ട് ഫ്ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് സോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ഇൻ എ ബിസിനസ്. അതായത് ഒരു ബിസിനസ്സിൻ്റെ സോഴ്സസും ആപ്ലിക്കേഷനും, അതായത് സോഴ്സസ് എന്ന് പറയുമ്പോൾ ഫണ്ട് വരുന്ന വഴികൾ, ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് പോകുന്ന വഴികൾ, അത് ഷോ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അത് ഞാൻ എന്ത് പറയുന്നത്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ടു സെർവ് ആസ് ടെക്നിക്ക് ഓഫ് മാനേജിങ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിന് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഇത് പറയുന്നത്, ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ടു നോ ദ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ വരുന്ന ചേഞ്ചസ് അറിയാൻ വേണ്ടിയിട്ട്. ടു ആൻറ്റിസിപ്പേറ്റ് പൊസിഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. To reveal short-term financial strength and the weakness of business. To provide basis of budgeting. അതായത് ബഡ്ജറ്റിങ്ങിനൊരു ബേസിസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടു അസസ് ഗ്രോത്ത് ഓഫ് എ ഫേം. അതായത് ഒരു ഫേമിൻ്റെ ഗ്രോത്ത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഇമ്പോർട്ടൻസ്, യൂസസ്, ബെനിഫിറ്റ്സ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് ഫിനാൻഷ്യൽ അനാലിസിസ് ആൻഡ് കൺട്രോൾ. ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റ് പ്രിപ്പറേഷൻ. ഹെൽപ്ഫുൾ ഇൻ comparative study. Knowledge of managerial policies, useful to bankers and money lenders. Act as future guide, proper allocation of resources. Okay, സിമ്പിളായിട്ടുള്ള പോയിൻറ്റ്സ് ആണ്, ഞാൻ അതാണ് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാത്തത് കേട്ടോ. പിന്നെ അതിൽ പറയുന്ന ലിമിറ്റേഷൻസ് ആണ്. ലിമിറ്റേഷൻസ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഡസ് നോട്ട് റിവീൽ ക്യാഷ് പൊസിഷൻ. ക്യാഷ് പൊസിഷൻ എന്ത് ചെയ്യുന്നില്ല, ഇവർ റിവീൽ ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് യൂസ്ഫുൾ ആസ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്നല്ല, യൂസ്ഫുൾ അല്ല. ഇറ്റ് ഈസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്നല്ല, സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. ഇറ്റ് ഈസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ബാലൻസ് ഷീറ്റ്. ഇറ്റ് ഈസ് cannot റിവീൽ കണ്ടിന്യൂസ് ചേഞ്ചസ്. ഇറ്റ് ഈസ് നോട്ട് ഒറിജിനൽ ഇൻ ക്യാരക്ടർ. ഓക്കെ, പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, നോക്കാം. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്, അസറ്റിൻ്റെയും ലയബിലിറ്റീൻ്റെയും ചേഞ്ചസ്, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് എന്ത് പറയുന്നത്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ബാലൻസ് ഷീറ്റ് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ടോട്ടൽ അസറ്റിൻ്റെയും ടോട്ടൽ ലയബിലിറ്റീസിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റിനെയാണ് എന്ത് പറയുന്നത്, ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷണലാണ്, അതായത് കമ്പൽസറി അല്ല. ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, സ്റ്റാറ്റ്യൂട്ടറി ആണ്, അതായത് കമ്പൽസറി ആയിട്ടാണ്. പിന്നെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ഇൻറ്റേർണൽ പാർട്ടീസ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇൻറ്റേർണൽ പാർട്ടീസിന് എന്താണ് യൂസ്ഫുൾ ആണ്. ബാലൻസ് ഷീറ്റ് എക്സ്റ്റേണൽ പാർട്ടീസിനാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സപ്ലിമെൻ്ററി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് എ പ്രൈമറി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് നിർബന്ധമില്ല ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്, പക്ഷേ ബാലൻസ് ഷീറ്റ് അങ്ങനെയല്ലല്ലോ, എന്തായാലും കമ്പൽസറി ആയിട്ടുള്ള കാര്യമല്ലേ. ഓക്കെ, പിന്നെ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ആഫ്റ്റർ ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ്. അതായത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ ബാലൻസ് ഷീറ്റ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരീഡ്. അക്കൗണ്ടിങ് പീരീഡിൻ്റെ എൻഡിലാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഷോ സോഴ്സസ് ആൻഡ് യൂസസ് ഓഫ് ഫണ്ട്. അതായത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ഷോ ചെയ്യുന്നുണ്ട്, എവിടെ നിന്നൊക്കെയാണ് ക്യാഷ് വന്നത്, അത് എങ്ങോട്ടൊക്കെയാണ് പോയത്. ഓക്കെ, ബാലൻസ് ഷീറ്റ് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പ്രിപ്പയർഡ് ടു ഷോ ഫിനാൻഷ്യൽ പൊസിഷൻ. അതായത് ബാലൻസ് ഷീറ്റ് ഒരു ഫേമിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് പ്രിലിമിനറി ടെക്നിക്സ് ഓഫ് ഫണ്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് ഐറ്റം ഇൻ ടു. അതായത് അതിൻ്റെ ഒരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു ഇതാണ്. അതിൽ ഫസ്റ്റ് പറഞ്ഞാണ് ക്ലാസിഫിക്കുക. ആദ്യം നമ്മൾ കറണ്ട് ആൻഡ് നോൺ കറണ്ട്, പിന്നെ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻ വിച്ച് കോസ്റ്റ് ഫണ്ട് ഫ്ലോ, കാൽക്കുലേഷൻ ഓഫ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ്, പ്രിപ്പറേഷൻ ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ആദ്യം നമ്മൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ നമ്മൾ എന്തുണ്ടാക്കണം, ലെഡ്ജേഴ്സ് അക്കൗണ്ട് ഉണ്ടാക്കണം. അതായത് അസറ്റിൻ്റെയും അതുപോലെ തന്നെ ലയബിലിറ്റീസിൻ്റെയൊക്കെ ലെഡ്ജർ അക്കൗണ്ട്, ചെറിയ ചെറിയ അക്കൗണ്ടുകൾ നമ്മൾ ഉണ്ടാക്കണം. അതിനുശേഷം നമ്മൾ ഏത് അക്കൗണ്ട് മെത്തേഡിലാണോ നമ്മളോട് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളത്, ഓക്കെ, അത് മേ ബി അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് മെത്തേഡ് ആയിരിക്കാം.
സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ട് ആണെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് എന്ത് ചെയ്യുക, എക്സ്പെൻസ് എല്ലാം ആഡ് ചെയ്യുകയും ചെയ്യുക. നമുക്ക് നോൺ ക്യാഷ് ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് അല്ലാത്ത എക്സ്പെൻസ് ഒക്കെ എന്ത് ചെയ്യുക, എക്സ്പെൻസ് പ്ലസ് ചെയ്യുകയും ചെയ്യുക, ഇൻകംസ് ഒക്കെ മൈനസ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണിത് എന്ത് പറയുന്നത്, ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ്. അത് സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡിൽ. അതെല്ലാം അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിൽ ഒരു ഡെപ്റ്റ് ഒരു സൈഡും ഉണ്ടായിരിക്കും, ഒരു ക്രെഡിറ്റ് സൈഡും ഉണ്ടായിരിക്കും. ഡെപ്റ്റിൻ്റെ സൈഡിൽ എക്സ്പെൻസ് നമുക്ക് വന്ന ലോസ് ഒക്കെ എഴുതുക, ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് വന്ന ഇൻകംസ്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വേണം എന്ത് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് ക്ലോസ് ചെയ്യുന്നത് ഡെബിറ്റ് സൈഡിലായിരിക്കണം. ഡെബിറ്റ് സൈഡിലാണ് എക്സ്പെൻസ് ലോസ് ഒക്കെ വരുന്നത്, മറ്റേതൊക്കെ നമുക്ക് വന്ന ഇൻകംസ് ഗെയിൻസ് ഒക്കെയാണ് വരുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ പ്രോബ്ലം ഐ തിങ്ക് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, വേണ്ടവർ ചെക്കൗട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ പ്രിപ്പയർ ചെയ്തു. അതിന് ശേഷമാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ സോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ. സോഴ്സസ് എന്ന് പറയുമ്പോൾ ഡെബിറ്റ് സൈഡും, ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് സൈഡും. ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് യൂസ് ആണ്. ഓക്കെ, അതെങ്ങനെയൊക്കെയാണ് ഫണ്ട് പോയിട്ടുള്ളത്. ഓക്കെ, അതാണ് ഈ പ്രിലിമിനറി ടെക്നിക്സ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നുകിൽ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ലൈക്ക് ഏത് മെത്തേഡാണോ പറഞ്ഞിട്ടുള്ളത് ആ മെത്തേഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ ഉണ്ടല്ലോ, അതാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി ഫണ്ട് ജനറേറ്റഡ് ഫ്രം ബിസിനസ് ഓപ്പറേഷൻ. ഇറ്റ് ഈസ് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് ഫണ്ട്. സെയിൽസ് ആർ ദി മെയിൻ സോഴ്സ് ഓഫ് ഇൻഫ്ലോ ഫണ്ട്. ഓക്കെ, പിന്നെ അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് പ്രിപ്പയർഡ് ബൈ റെക്കോർഡിംഗ് ചേഞ്ചസ് ഇൻ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് ഡ്യൂറിങ് ദ അക്കൗണ്ടിങ് പീരീഡ്. അതായത് നമുക്ക് 2 വർഷത്തെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ 2010 2011 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാലൻസ് ഷീറ്റിൽ അസറ്റും ലയബിലിറ്റി ആണോ ഉള്ളത്. അപ്പോൾ 2010 അസറ്റാണോ കൂടുതൽ, 2011 അസറ്റാണോ കൂടുതൽ നോക്കുക. 2010 ലയബിലിറ്റി ആണോ കൂടുതൽ, 2010 ലയബിലിറ്റി, അത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുക. ഓക്കെ, അതായത് ടോട്ടൽ അസറ്റിൽ നിന്നും, അതായത് ഇപ്പോൾ കറൻറ്റ് ഇയറിൽ നിന്നും പ്രീവിയസ് ഇയർ മൈനസ് ചെയ്യുക. മനസ്സിലായോ? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ, അതായത് ഇപ്പോൾ 2010 കൂടുതലാണോ 2011 ഉണ്ടായത്, അതോ 2011 കുറവാണോ 2010 ഉണ്ടായത്, ആ ഒരു ഇതുണ്ടല്ലോ, അത് നമ്മൾ കണ്ടുപിടിക്കുക. അതാണ് ഈ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കൊണ്ട് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് വിത്ത് കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് വിത്ത് നോൺ കറണ്ട് അസറ്റ്സ് ആൻഡ് നോൺ കറണ്ട് ലയബിലിറ്റീസ്. ഓക്കെ, പിന്നെ ഇറ്റ് ഷോസ് ചേഞ്ചസ് ഇൻ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഷോ ചെയ്യുന്നത്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ടു ഷോ സോഴ്സസ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഈസ് നോട്ട് ഷോൺ. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡും, അതിൻ്റെ ആൻസറാണ് ഈ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് കിട്ടിയ ആൻസർ നമ്മൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നില്ല, ഷോ ചെയ്യുന്നില്ല. കാരണം ആദ്യം ഉണ്ടാക്കുന്നത് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ്. ഓക്കെ, പിന്നെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഈസ് ഷോൺ. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ എന്ത് ചെയ്യും, അത് ഷോ ചെയ്യും. പ്രിപ്പയർഡ് ടു നോ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, പ്രിപ്പയർഡ് ടു നോ ഓവറോൾ ഓപ്പറേഷൻ ഓഫ് എ ഫേം. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് വിത്ത് ഹെൽപ്പ് ഓഫ് ബാലൻസ് ഷീറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, കാരണം കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും ഉള്ളത് എവിടെയാണ്, ബാലൻസ് ഷീറ്റിലാണ്. ഓക്കെ, പിന്നെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് വിത്ത് ഹെൽപ്പ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും ബാലൻസ് ഷീറ്റിൻ്റെയും ഹെൽപ്പോട് കൂടിയിട്ടാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നത്. അതായത് ഏറ്റവും ഫൈനൽ സ്റ്റേജ് ആണ് എന്ത് പറയുന്നത്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് കിട്ടുന്ന ആൻസർ അതാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് സോഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. അതായത് നമുക്ക് ഇങ്ങനെയൊക്കെയാണ് ക്യാഷ് കിട്ടുന്നത്, അതിങ്ങനെയൊക്കെയാണ് പോകുന്നത്. ആദ്യം നമുക്ക് ക്യാഷ് കിട്ടുന്ന വഴികൾ പറയാം. ഇഷ്യൂ ഓഫ് ഷെയർസ്, അതായത് ഷെയർസ് ഇഷ്യൂ ചെയ്താൽ നമുക്ക് ക്യാഷ് കിട്ടും. ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്താൽ നമുക്ക് ക്യാഷ് കിട്ടും. മീഡിയം ആൻഡ് ലോങ് ടേം ലോൺ, അതായത് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിൻ്റെ കയ്യിൽ നിന്ന് ലോൺ എടുത്താൽ നമുക്ക് ക്യാഷ് കിട്ടും. സെയിൽസ് ഓഫ് ഫിക്സഡ് അസറ്റ് വിറ്റാൽ നമുക്ക് ക്യാഷ് കിട്ടും. ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റാൽ നമുക്ക് ക്യാഷ് കിട്ടും. ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്, റിഡംഷൻ ഓഫ് ഷെയർസ് എന്ന് പറയുമ്പോൾ ഷെയർസ് നമ്മൾ തിരികെ വാങ്ങിക്കുമ്പോൾ ക്യാഷ് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. പിന്നെ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, തിരികെ വാങ്ങിക്കുക. റീപേയ്മെൻറ്റ് ഓഫ് ലോൺ, അതായത് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരികെ കൊടുക്കുക. പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് വാങ്ങിക്കും. ഫിക്സഡ് അസറ്റ് അതായത് മെഷീനറി, ലാൻഡ്, ബിൽഡിംഗ്, അത്തരത്തിലുള്ള ഐറ്റംസ്. പിന്നെ പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, പിന്നെ ഇതിൽ ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അതേ മൊഡ്യൂൾ തന്നെയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ,
ഇതിൽ രണ്ടിൽ നമുക്ക് എസ് സി ഒക്കെ പ്രതീക്ഷിക്കാം കേട്ടോ. ഓക്കെ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ക്യാഷ് കംപ്രൈസസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക്. ക്യാഷ് ഇക്വലൻസ്, ദിസ് ആർ ഷോർട്ട് ടേം ഹൈലി ലിക്വിഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് ആർ റെഡിലി കൺവേർട്ടബിൾ ഇൻ ടു ക്യാഷ്. അതായത് പെട്ടെന്ന് നമുക്ക് ക്യാഷ് ആക്കി മാറ്റാൻ കഴിയുന്ന ഐറ്റംസ്, ലിക്വിഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് സ്റ്റോക്ക്, ഷോർട്ട് ടേം ആയിട്ടുള്ള ഇത്തരത്തിലുള്ളതൊക്കെയാണ് ക്യാഷ് ഇക്വലൻസ്. പിന്നെ ക്യാഷ് ഫ്ലോ എന്ന് പറയുമ്പോൾ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ഈസ് ബിസിനസ് ഈസ് കോൾഡ് ക്യാഷ് ഫ്ലോ. ക്യാഷിൻ്റെ വരവും പോക്കും. പിന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഡിസ്ക്രൈബ് ദ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ഇൻ ആൻ എൻ്റർപ്രൈസ് ഡ്യൂറിങ് എ സ്പെസിഫൈഡ് പീരിയഡ് ഓഫ് ടൈം. അതായത് ഒരു പ്രത്യേക സമയത്ത് ഒരു എൻ്റർപ്രൈസിലോട്ടുള്ള ക്യാഷിൻ്റെയും ക്യാഷ് ഇക്വലൻസിൻ്റെ വരവും പോക്കും ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് പറയുന്നത്. പിന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്: to assess and monitor liquid resource in the enterprise, to control liquid resource in enterprise, to prevent holding of excessive cash resources, to help in capital budgeting, to maintain optimal level of cash resources. Importance or use or advantages of cash flow statement: helpful in short term planning, helpful in formulation of financial policies, provide a basis for cash budget, helpful in control, helpful in financial decision, reveals liquidity and solvency, help in efficient management. Okay. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ലിമിറ്റേഷൻസ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഐ നോ വീഡിയോ ലെങ്തി ആവുന്നുണ്ട്, സോറി കേട്ടോ. ഇത് ഈ ഒരു മൊഡ്യൂൾ ഈ വീഡിയോയിൽ അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ. ലിമിറ്റേഷൻസ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്: ഇഗ്നോർ നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ, നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ഹിസ്റ്റോറിക്കലി നാച്ചുറൽ, ലിമിറ്റഡ് സ്കോപ്പ്, ഡസ് നോട്ട് പ്രസൻറ്റ് ട്രൂ പിക്ചർ ഓഫ് ലിക്വിഡിറ്റി, ഈസിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ മാനേജീരിയൽ ഡിസിഷൻസ്. ഓക്കെ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ ഡിഫറൻസ് എല്ലോ നിങ്ങൾ പഠിക്കുക കേട്ടോ, എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ ക്യാഷിൻ്റെ ബേസിസിലാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ബേസിസിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ ക്യാഷ് കോൺസെപ്റ്റിൻ്റെ ഇതിലാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്. അക്രൽ കോൺസെപ്റ്റിൻ്റെ ബേസിലാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. പ്രസൻറ്റഡ് ഇൻ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിലായിരിക്കും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിന്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഇല്ല. അതായത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ അത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. നമുക്ക് 3 സ്റ്റേജ് ആയിരിക്കും. അതായത് ലൈക്ക് 2 മെത്തേഡിലാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്, ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും. ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ് ആൻഡ് ഫിനാൻസിങ്. ഓക്കെ. അപ്പോൾ അതിനൊരു പ്രിസ്ക്രൈബ്ഡ് ഫോം ഉണ്ട്. എന്നാൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് അങ്ങനെ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമില്ല. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഷോർട്ട് ടേം അനാലിസിസിന് വേണ്ടിയിട്ടാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്തെന്ന് യൂസ് ചെയ്യുന്നത്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ലോങ് ടേം അനാലിസിസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ക്യാഷ് പ്ലാനിങ്ങിനാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫിനാൻഷ്യൽ പ്ലാനിങ്. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് നോട്ട് റിക്വയർഡ് ഏതിൽ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ. എന്നാൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് റിക്വയർഡ്. അത് നിങ്ങൾക്ക് രണ്ടും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ഈ ഒരു പോയിൻറ്റ്സ് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ. അപ്പോൾ മനസ്സിലായവർ, അതായത് നമ്മളിപ്പോൾ ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഒന്നും അവിടെ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. ഡയറക്റ്റായിട്ട് നമുക്കത് എന്ത് ചെയ്താൽ മതി, അത് പ്രിപ്പയർ ചെയ്താൽ മതി. മേ ബി അതിൻ്റെ ഇടയ്ക്ക് വല്ല അഡ്ജസ്റ്റ്മെൻറ്റും പറയുകയാണെങ്കിൽ ചില കേസിൽ അതും വേണ്ട, നമുക്ക് ഡയറക്റ്റായിട്ട് അങ്ങ് എഴുതാൻ പറ്റും. ഓക്കെ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ. പക്ഷേ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ അങ്ങനെയില്ല. ആദ്യം ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പിന്നെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൻ്റെ ഇടയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരികയാണെങ്കിൽ അതും ഉണ്ടായിരിക്കും കുറേ എണ്ണം. ഓക്കെ. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതായത് ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 3 അതിനെ ഡിവൈഡ് ചെയ്യും: ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്. ഓക്കെ. അപ്പോൾ മേ ബി ഈ ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതാട്ടോ. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഫസ്റ്റ് പറയുന്നതാണ് ദിസ് ആർ ക്യാഷ് ഫ്ലോ ഫ്രം റെഗുലർ കോഴ്സ് ഓഫ് ഓപ്പറേഷൻ ഓഫ് എ ബിസിനസ്. അതായത് ഒരു ബിസിനസ്സിൽ ഡെയിലി ആക്ടിവിറ്റീസിൻ്റെ പകരമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന വരവ് ചെലവുകളുണ്ടല്ലോ. അതായത് സ്റ്റോക്കുകൾ വിൽക്കുക, റെൻറ്റ് കൊടുക്കുക, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ, അതൊക്കെ നമുക്ക് ഡെയിലി ഉള്ള ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത്. അതാണ് ഈ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ഐറ്റംസാണ് ക്യാഷ് സെയിൽസ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്, ക്യാഷ് പർച്ചേസ് ഓഫ് ഗുഡ്സ്, ക്യാഷ് പെയ്ഡ് ടു സപ്ലയേഴ്സ്, വേജ് പെയ്ഡ് ടു എംപ്ലോയീസ്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് സ്റ്റേജാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്, അതായത് മെയിനായിട്ട് ഫിക്സഡ് അസറ്റ് വാങ്ങിക്കുക, ഫിക്സഡ് അസറ്റ് വിൽക്കുക, അത്തരത്തിലുള്ളത്. ഓക്കെ.
ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് പർച്ചേസ് ആൻഡ് സെയിൽസ് ഓഫ് ഫിക്സഡ് അസറ്റ്. അതിന് എക്സാമ്പിൾസ് ആണ് ക്യാഷ് പേയ്മെൻറ്റ് ടു പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്, ക്യാഷ് റെസിപ്റ്റ്സ് ഫ്രം സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ക്യാഷ് പേയ്മെൻറ്റ് ടു പർച്ചേസ് ഷെയർസ് ഡിബഞ്ചേഴ്സ്, പിന്നെ ക്യാഷ് റെസിപ്റ്റ്സ് ഫ്രം സെയിൽസ് ഓഫ് ഷെയർസ് ഡിബഞ്ചേഴ്സ്. പിന്നെ ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓണേഴ്സ് ഫണ്ടൊക്കെ ഇല്ലേ, അതുമായിട്ട് റിലേറ്റഡ് ആണ് ഈ ഫിനാൻസ്. അതായത് ഇപ്പോൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുക, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുക, എന്നിട്ട് നമ്മൾ അവർക്ക് ഡിവിഡൻറ്റ് കൊടുക്കുക, അത്തരത്തിലുള്ള അതാണ് ഈ ഒരു ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ വരുന്നത്. ദ ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ഓഫ് എ ഫേം ഇൻക്ലൂഡിങ് ഇഷ്യൂ ഓഫ് ഓർ റിഡംഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചേഴ്സ് ആൻഡ് റേസിംഗ് ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ലോൺസ്. അതിൽ വരുന്നതാണ് ക്യാഷ് പ്രൊസീഡ്സ് ഫ്രം ഇഷ്യൂ ഓഫ് ഷെയർസ്, ക്യാഷ് പ്രൊസീഡ്സ് ഫ്രം ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, ക്യാഷ് പ്രൊസീഡ്സ് ഫ്രം റേസിംഗ് ഓഫ് ലോൺസ്, റിഡംഷൻ ഓഫ് ഷെയർസ്, റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, റീപേയ്മെൻറ്റ് ഓഫ് ലോൺസ്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് പോകുന്നുണ്ട്, അതുപോലെ തന്നെ ക്യാഷ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ മേ ബി എക്സാമിന് ചോദിക്കും, കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ എസ്സേയുടെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഐ തിങ്ക് ഡയറക്റ്റ് മെത്തേഡായിരുന്നു തോന്നുന്നു, നമ്മുടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ അതിൻ്റെ ഫോർമാറ്റ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയാൻ പറ്റില്ല, എല്ലാത്തിൻ്റെയും ഫോർമാറ്റ് നോക്കി പോകുന്നത് നല്ലതാണ്. സ്റ്റെപ്സ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്: കമ്പ്യൂട്ട് ദ നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ക്യാഷ് ഓർ ക്യാഷ് ഇക്വലൻസ്, കാൽക്കുലേറ്റ് ദ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, calculate net cash flow from investing activities, calculate net cash flow from financing activities, prepare a formal cash flow statement highlighting the net cash flow from operating, investing and financing activities, make an aggregate net cash flow from these three activities, report significant non-cash transactions. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു 4ാമത്തെ മൊഡ്യൂളിൽ പറയാനുള്ളത്. ഇതിൽ തിയറി ആയാലും പ്രോബ്ലം ആയാലും എനിവേ രണ്ടും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.